മക്കളെ നീറ്റ് എക്സാമിനേഷൻ അടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത അവസ്ഥയിൽ പല കുട്ടികൾക്കും ചിലപ്പോൾ പേടി വരാൻ സാധ്യതയുള്ള ഒരു സബ്ജക്റ്റ് ഫിസിക്സ് തന്നെയാണ്. ഫിസിക്സിലെ പേടി എന്താണ്? ഭയങ്കര ടഫ് ക്വസ്റ്റ്യൻ വരുമോ, ന്യൂമറിക്കൽസ് ചെയ്തെത്തുന്നില്ല, അല്ലെങ്കിൽ ഇക്വേഷൻസ് മറന്നു പോകുന്നു, അങ്ങനെ പല പല പ്രശ്നങ്ങളാണല്ലേ. നിങ്ങൾ ആദ്യം ഒരു കാര്യം ആലോചിക്കേണ്ടത്, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഫിസിക്സ് ഒരിക്കലും എക്സാമിനേഷന് വരൂല. നീറ്റ് എക്സാമിനേഷന് ഒരു ഫെയർ മിനിമം 35 ക്വസ്റ്റ്യൻസ് നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ ചെയ്യാൻ പറ്റും. നിങ്ങൾ പഠിച്ച രീതിയിൽ സുഖമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഓവർ ടഫ് ക്വസ്റ്റ്യൻ ഒന്നും പ്രതീക്ഷിക്കേണ്ട നീറ്റ് എക്സാമിനേഷന്. JEE മെയിൻസ് എക്സാമിനേഷന് പോലും അത്ര വലിയ ക്വസ്റ്റ്യൻ ഒന്നും അല്ല ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ വലിയ ക്വസ്റ്റ്യൻ ഒന്നും വരുന്നുള്ള പേടി വേണ്ട. പിന്നെ ഇക്വേഷൻസ് മറന്നു പോകുന്നു എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ സബ് കോൺഷ്യസിൽ നിൽക്കുന്നുണ്ട്. ആ ഇക്വേഷൻസ് നിങ്ങൾ ടെൻഷനോടുകൂടി എഴുതുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. ബേസിക് ഫോർമുലകൾ എപ്പോഴും ഓർമ്മിച്ചിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഏറ്റവും ഫണ്ടമെന്റൽ ഫോർമുലകൾ എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് ഓർമ്മിച്ചിരിക്കുക. അല്ലാണ്ട് ഓരോ ഷോർട്ട് കട്ടുകളും നിങ്ങളിങ്ങനെ ഇൻഫർമേഷൻ ഓവർലോഡഡ് ആവരുത് തലേൻ്റെ ഉള്ളിൽ. അതായത് കുറേ ഷോർട്ട് കട്ടുകൾ ഇങ്ങനെ നിങ്ങൾക്കുണ്ട്, ആ ഷോർട്ട് കട്ടുകൾ മുഴുവൻ ഓർമ്മയില്ല. അതൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഫണ്ടമെന്റൽസിനെ വെച്ചുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് സുഖമായിട്ട് ഫിസിക്സിൽ വരും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ വരുള്ളൂ. അല്ലാതെ വേണ്ടാത്ത കാര്യങ്ങളെ പറ്റി നിങ്ങൾ ആലോചിച്ച് ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുക. നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ത്രൂ ഔട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വലിയ ടഫ്നെസ് ഫീൽ ചെയ്യുന്നുണ്ടോ? ഉണ്ടാവില്ല. എവിടെയാണ് നീറ്റ് എക്സാമിനേഷൻ്റെ ടഫ്നെസ് വരിക എന്നറിയോ? ഇത്തവണത്തെ ടഫ്നെസ് വരുന്നത് 180 ക്വസ്റ്റ്യൻസും 180 മിനിറ്റും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതായത് കഴിഞ്ഞ വർഷം 200 ചോദ്യങ്ങളിലെ 150 നിങ്ങൾക്ക് എഴുതേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ ഈ വർഷം 180-ൽ 180 നിങ്ങൾ എഴുതണം എന്ന് പറയുമ്പം അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ നഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തത് 3 മണിക്കൂറും 20 മിനിറ്റും ആയിരുന്ന എക്സാമിനേഷൻ 3 മണിക്കൂറായി ചുരുങ്ങി. അപ്പോൾ 20 മിനിറ്റ് ചുരുങ്ങി, 20 ക്വസ്റ്റ്യൻസിൻ്റെ ഹെൽപ്പ് നിങ്ങൾക്ക് ഇല്ലാണ്ടായി. അപ്പോൾ വേറൊരു ഓപ്ഷൻ ഇല്ല എന്നുള്ള സാധനങ്ങൾ മാത്രമാണ് എക്സാമിനേഷൻ്റെ ടഫ്നെസ് ആയിട്ടുള്ള എലമെൻറ്റുകളായിട്ട് വരുന്നത്. അതല്ലാണ്ട് ഒരിക്കലും എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ ടഫാവുക എന്നുള്ളതല്ല. അതുകൊണ്ട് എക്സാമിനേഷൻ എപ്പോഴും സിമ്പിൾ എക്സാം തന്നെയാണ് നീറ്റ് എക്സാമിനേഷൻ. ഇന്ത്യയിൽ നടത്തുന്ന പരീക്ഷകളിലെ വൺ ഓഫ് ദ സിംപ്ലസ്റ്റ് എൻട്രൻസ് എക്സാംസ് തന്നെയാണ് നമ്മുടെ നീറ്റ് എക്സാമിനേഷൻ. ഓവർ ടഫ് ഒന്നും ആയിരിക്കില്ല. ഓക്കെ, പിന്നെ സമയം കിട്ടൂലേ? ബയോളജിയിൽ നിന്ന് കിട്ടുന്ന ലാഭിക്കുന്ന സമയമാണ് നമ്മൾ ഫിസിക്സിന് എടുക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ ബേജാറാവണ്ട. പിന്നെ എക്സാമിനേഷൻ എഴുതുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ എക്സാമിനേഷൻ നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും എളുപ്പമുള്ള സബ്ജക്റ്റ് ഏതോ അതിൽ തുടങ്ങുകയാണല്ലോ ചെയ്യുക. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ അറിയുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം നിങ്ങൾ ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി അടുത്ത സബ്ജക്റ്റിലേക്ക് ചാടണം. അതല്ലാണ്ട് ഇപ്പം ബയോളജിയാണ് ഏറ്റവും നല്ലോണം അറിയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻ മുഴുവൻ ഇതിൽ എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും ഒന്നുകൂടി ഈ ബയോളജി റിവൈൻഡ് ചെയ്തിട്ട് ഇനി ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ എന്ന് തപ്പി നോക്കുന്നതിന് പകരം നേരെ ഫിസിക്സിലേക്ക് ചാടി ഫിസിക്സിൻ്റെ അറിയുന്ന ക്വസ്റ്റ്യൻസ് മുഴുവൻ ചെയ്തതിന് ശേഷം കെമിസ്ട്രിയിലേക്ക് ചാടി അതിൻ്റെ അറിയുന്ന ക്വസ്റ്റ്യൻ മുഴുവൻ ചാടി എഴുതിയതിന് ശേഷം മാത്രം അടുത്ത സബ്ജക്റ്റുകളിലേക്ക് പോവുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് ആദ്യത്തെ സബ്ജക്റ്റിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ് എൻ്റെ ഒരു സജഷൻ. അത് വർക്കാവുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇത്രയും കാലമായി നിങ്ങൾ ഫോളോ ചെയ്യുന്ന പാറ്റേൺസ് നിന്ന് ഷിഫ്റ്റ് ചെയ്യരുത് എന്നുള്ളത് പ്രധാനമായിട്ട് പറയാനുള്ളതാണ്. അതായത് ഇനി നിങ്ങളിപ്പോൾ യൂട്യൂബിൽ ഓവർ ഫ്ലഡഡ് ആണ് ശരിക്കും, അല്ലേ? ഒരുപാട് കണ്ടന്റുകൾ വരുന്നുണ്ട്. ഫിസിക്സ് അങ്ങനെ പഠിക്കണം, കെമിസ്ട്രി ഇങ്ങനെ പഠിക്കണം, ബയോളജി അങ്ങനെ പഠിക്കണം. ഇപ്പം ഞാനടക്കം പറയുന്ന ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ അത് ശരിക്കും സജഷൻസ് ആണ്. അതിനെ നിങ്ങൾ എപ്പോഴും തലയിലേറ്റി വെച്ച് അത് ഫോളോ ചെയ്യുക. തൊട്ടടുത്ത ദിവസം വേറൊരു വീഡിയോ കണ്ടിട്ട് അത് ഫോളോ ചെയ്യുക, അങ്ങനെയല്ല. നിങ്ങൾ ഒരു വർഷം ത്രൂ ഔട്ട് ഫോളോ ചെയ്തൊരു മെത്തേഡ് ഉണ്ട്. ആ മെത്തേഡിനെ നിങ്ങൾ ബിലീവ് ചെയ്യുക. ആ മെത്തേഡിൽ നിന്ന് മെല്ലെ ഡീവിയേറ്റ് ചെയ്യാതെ നിങ്ങൾ അതേ മെത്തേഡ് തന്നെ ഫോളോ ചെയ്ത് പോവുക. പക്ഷേ ടെൻഷൻസ് ഒന്നും അധികം അടിക്കേണ്ട ആവശ്യം വരുന്നില്ല നീറ്റ് എക്സാമിനേഷന്, കേട്ടോ. നമ്മൾ നേരെ കൊണ്ടിട്ട് 26 ലക്ഷം ആൾക്കാർ എഴുതുന്ന പരീക്ഷയല്ലേ. ഈ 26 ലക്ഷം ആൾക്കാരെന്താ നിങ്ങളെ മടിയുന്ന എക്സാം എഴുതുന്നത്? ഒരിക്കലും അല്ല. അപ്പോൾ 26 ലക്ഷം ആൾക്കാരെ പറ്റി നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഒറ്റക്കാണ് എക്സാമിനേഷൻ എഴുതുന്നത്. 40,000 സീറ്റല്ലേ ഉള്ളൂ, അതിൻ്റെ ഇടയിലല്ലേ 30,000 സീറ്റല്ലേ ഉള്ളൂ. 26 ലക്ഷത്തിൻ്റെ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഒരു സീറ്റ് പോരെ? നിങ്ങൾക്ക് ഈ 40,000 സീറ്റും വേണോ? വേണ്ടല്ലോ, ഒരു സീറ്റ് പോരെ നിങ്ങൾക്ക്. ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ എന്നുള്ള ധാരണയിൽ നമ്മൾ എക്സാമിനേഷൻ എഴുതുക, സന്തോഷമായിട്ട് എഴുതുക. നല്ല അടിപൊളിയായിട്ട് എക്സാം ഒക്കെ എഴുതിയിട്ട് ഹാപ്പി ആയിട്ട് എക്സാമിനേഷൻ എഴുതി ഹാപ്പി ആയിട്ട് തിരിച്ചു വരിക. റിസൾട്ടൊക്കെ വരട്ടെ, റിസൾട്ടൊക്കെ വന്നോളും, കേട്ടോ. അപ്പോൾ ഉഷാറായിട്ടിരിക്കും, നമുക്ക് കിട്ടും.